റിവ്യൂ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. തിരുവനന്തപുരം ജില്ലയിൽ ചിറയൻകീഴ് താലൂക്കിലെ ഒരു കടലോര ഗ്രാമമായ അഞ്ചുതെങ്ങിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1695 കെട്ടിയ ഒരു കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട എന്നറിയപ്പെടുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര ആവശ്യത്തിന് വേണ്ടി ആറ്റിങ്ങൽ മഹാറാണി കൽപ്പിച്ചു നൽകിയ ഒരു പ്രദേശമാണ് ഇത്. ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അഞ്ചുതെങ്ങിൽ ഒരു ഫാക്ടറി പണിയാൻ 1684 അനുവാദം നൽകി. 1690 ഇവിടെ ഒരു കോടതി പണിയാനുള്ള അനുവാദവും ലഭിച്ചു. കോട്ട പണിതത് 1695 ചതുരാകൃതിയിലാണ് അഞ്ചുതെങ്ങ് കോട്ടയുടെ നിർമ്മാണം. ശിലാഫലകങ്ങളോട് കൂടിയ ധാരാളം കല്ലറകൾ കോട്ടയോട് ചേർന്നുണ്ടായിരുന്നു. ഇവയിൽ ഏറ്റവും പഴയത് 1704 നിർമ്മിച്ചതാണ്. ഒരു ഫലകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: അഞ്ചുതെങ്ങിലെ കമാൻഡറായ ജോൺ ബബോണിൻ്റെ പത്നി ഡി ബോക്ക് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവരുടെ ജനനത്തീയതി 1678 നവംബർ 4 എന്നും മരണദിവസം 1704 എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സംഘടിത കലാപം ഉണ്ടായത് ഈ കോട്ട കേന്ദ്രീകരിച്ചായിരുന്നു. 1721 രാജ്ഞിയെ കാണാൻ പോയ ഒരു സംഘം ബ്രിട്ടീഷുകാരെ നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തി. തുടർന്ന് 6 മാസത്തോളം കോട്ട ഉപരോധിക്കുകയും ചെയ്തു. തലശ്ശേരിയിൽ നിന്ന് കൂടുതൽ സേന എത്തിയാണ് കലാപം അടിച്ചമർത്തിയത്. വേലുത്തമ്പിയുടെ കാലത്ത് ബ്രിട്ടീഷുകാർക്ക് എതിരെ നടന്ന കലാപത്തിലും കലാപകാരികൾ ഈ കോട്ട ഉപരോധിച്ചിരുന്നു. 1810 ബ്രിട്ടീഷ് പ്രസിഡന്റായിരുന്ന മെക്കാലെ കോട്ട തിരിച്ചുപിടിക്കുകയും 1813 കോട്ടയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് കോട്ടയും പ്രദേശവും തിരുവിതാംകൂർ രാജ്യത്തോട് ചേർക്കപ്പെട്ടു. 1921 മുതൽ പുരാവസ്തു വകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണ് കോട്ട. ഇംഗ്ലണ്ടിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് സിഗ്നൽ നൽകാനാണ് കോട്ട ഉപയോഗിച്ചിരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാർ തീരത്ത് ലഭിച്ച ആദ്യത്തെ സ്ഥിരം താവളമായിരുന്നു ഇത്. ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ഈ കോട്ട ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യൻ തീരത്ത് ചരിത്രം കാലുകുത്തിയ കഥയെ നമ്മുടെ ആദ്യ പാഠങ്ങളിലേക്കുള്ളൂ. അധിനിവേശത്തിനെതിരായ ആദ്യ പടപ്പുറപ്പാട് എവിടെ നിന്നാണെന്നും ചോദിച്ചാൽ ഉത്തരം മുട്ടും. തെങ്ങുകളുടെ നാട്ടിൽ അഞ്ചുതെങ്ങ് കോട്ടയ്ക്ക് ഇങ്ങനെയുമൊരു പ്രാധാന്യമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് തീരപ്രദേശത്തിലൂടെ 30 കിലോമീറ്റർ സഞ്ചരിച്ചാൽ 3-ാം നൂറ്റാണ്ടിൻ്റെ ചരിത്രവുമായി അഞ്ചുതെങ്ങ് കോട്ട കാണാം. തലസ്ഥാന നഗരിയിലൂടെ ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് വേളിക്കടപ്പുറത്തേക്ക് പിന്നെ കൊല്ലത്തേക്കുള്ള തീരദേശ പാതയിലൂടെ അലസമായി വണ്ടി ഓടിക്കാം. ഇടതുവശത്ത് നീലക്കടൽ, സ്ഥലമുള്ളിടത്തെല്ലാം ചെറുവീടുകൾ, ഇടയ്ക്കിടെ തലയുയർത്തി നിൽക്കുന്ന തെങ്ങുകൾ, വഴിയോര കാഴ്ചകൾ. ബ്രിട്ടീഷുകാർക്കെതിരായ ആദ്യ സംഘടിത കലാപം നടന്നയിടം കാണുക എന്നതാണ്. അഞ്ചുതെങ്ങ് കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യ സായുധ സമരം. റോഡരികിൽ തന്നെയാണ് കോട്ട. വൻമതിലുകളോ തലയുയർത്തി നിൽക്കുന്ന ഗോപുരങ്ങളോ ഇവിടെയില്ല. ചതുരവട്ടത്തിൽ ലളിതമായൊരു മതിൽക്കെട്ട്. റോഡിനപ്പുറത്ത് അഞ്ചുതെങ്ങ് ലൈറ്റ് ഹൗസ്. ബ്രിട്ടീഷുകാരുടെ കപ്പലുകൾക്ക് സിഗ്നൽ കാണിക്കുകയായിരുന്നു ഈ കോട്ടയുടെ പ്രധാന ജോലി. ടിപ്പു സുൽത്താനെതിരായും മറ്റും പോരാടാൻ ആയുധം ശേഖരിച്ചു വച്ചിരുന്നു അത്രേ ഇവിടെ.
ആറ്റിങ്ങൽ റാണി 1696 ബ്രിട്ടീഷുകാർക്ക് കോട്ട നിർമ്മിക്കാൻ അനുമതി നൽകി. 5 വർഷത്തിനകം കോട്ട എന്ന അധിനിവേശം സ്ഥാപിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർക്കെതിരെ പടപ്പുറപ്പാടിനാണ് കോട്ടയെ ബ്രിട്ടീഷുകാർ സജ്ജമാക്കി നിർത്തിയിരുന്നുവെങ്കിൽ പിന്നീട് നാട്ടുകാർക്കെതിരായും ആ ചുവരുകളിൽ പീരങ്കികൾ, തീയുണ്ടകൾ വർഷിച്ചു. വേലുത്തമ്പി ദളവയുടെ നേതൃത്വത്തിൽ ഈ കോട്ടയ്ക്കെതിരെ ആക്രമണമുണ്ടായിട്ടുണ്ട്. 1721 ആറ്റിങ്ങൽ റാണിയെ കാണാൻ പോയ ബ്രിട്ടീഷുകാരെ നാട്ടുകാർ ആക്രമിച്ചു. കൊലപ്പെടുത്തിയതാണ് ഈ നാട്ടുകാരുടെ ആദ്യ സായുധ സമരം. തലശ്ശേരിയിൽ നിന്നും കൂടുതൽ പട്ടാളത്തെ വരുത്തിയാണത്രേ ബ്രിട്ടീഷുകാർ അടിച്ചൊതുക്കിയത്. കടലിനോട് ചേർന്നാണ് റോഡ് എന്ന് പറഞ്ഞല്ലോ. റോഡിനും കടലിനും ഇടയ്ക്കാണ് കോട്ട. ചെറിയൊരു ഗോപുരം കടന്നാൽ മതിൽക്കെട്ടിനുള്ളിൽ ഒരു മൈതാനം. നന്നായി പരിപാലിക്കുന്നുണ്ട് ഇവിടം. പുൽത്തകിടിട്ട ചെങ്കോല് കൊണ്ടുള്ള കോട്ടമതിൽ. കടലിനോട് ചേർന്നിട്ടും ശുദ്ധജലം നൽകുന്നൊരു കിണർ, ബ്രിട്ടീഷുകാരുടെ ശവകുടീരങ്ങൾ എന്നിവ കോട്ടയിൽ കാണാം. കോട്ടയുടെ ചതുരവടിവ് ആ ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നാലേ കാണാൻ പറ്റൂ. എത്ര തന്ത്രപ്രധാനമായ സ്ഥലത്താണ് സായിപ്പ് കോട്ട പണിതത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ലൈറ്റ് ഹൗസ് തന്നെ ശരണം. നാട്ടുകാരെ വെറുപ്പിച്ചിരുന്ന ബ്രിട്ടീഷുകാർ കോട്ട കെട്ടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതോടെ നാട്ടുകാർക്കിടയിലും മുറുമുറുപ്പ് ഉയർന്നു. പക്ഷേ നാട്ടുകാരെ മാനിക്കാതെ ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി തുടങ്ങി. 1695 പൂർത്തിയാക്കുകയും ചെയ്തു. തുടർന്ന് ഇവിടേക്ക് പട്ടാള സാമഗ്രികൾ കൊണ്ടുവന്ന് കോട്ടയെ സന്നാഹപ്പെടുത്തി. 70,000 കല്ലുകളാണ് കോട്ട കെട്ടാനായി ഉപയോഗിച്ചത്. 400 പേർക്ക് ഒരേ സമയം കോട്ടയ്ക്കകത്ത് തങ്ങാൻ കഴിയുമായിരുന്നു. 600 പീരങ്കികൾ ഉപയോഗിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നു. ഈ കോട്ട കെട്ടാൻ ബ്രിട്ടീഷുകാർക്ക് അന്ന് ചെലവായത് 7,000 പൗണ്ടാണ്. കോഴിക്കോട്ടെ സാഹോദര്യമായുണ്ടായ അകൽച്ചയാണ് ആറ്റിങ്ങൽ പോലൊരു സ്ഥലത്തേക്ക് ബ്രിട്ടീഷുകാരെ കൊണ്ടുവന്നെങ്കിലും അത് സൈനിക തന്ത്രമായി മെച്ചപ്പെട്ട ഒരു തീരുമാനമായും വിലയിരുത്തപ്പെട്ടു. 1721 സ്ഥലം സന്ദർശിച്ച സ്കോട്ടിഷ് സഞ്ചാരി അലക്സാണ്ടർ ഹാമിൽട്ടൺ ഈ കോട്ട നിൽക്കുന്ന സ്ഥലത്ത് വെള്ളം കിട്ടാനില്ലെന്നും പരാതിപ്പെട്ടു. എന്നിരിക്കലും ഈ സ്ഥലം സൈനിക തന്ത്രപരമായി ഏറെ മികച്ച ഒരിടമാണെന്നും അദ്ദേഹം വിലയിരുത്തിയുണ്ടായി. വാമനപുരം നദിയിലൂടെയുള്ള ജലഗതാഗത സാധ്യതയാണ് ഹാമിൽട്ടൺ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം. അഞ്ചുതെങ്ങ് കോട്ടയ്ക്കുള്ളിൽ അധികം കാഴ്ചകളില്ല. പക്ഷേ ആ കോട്ട തന്നെ ഒരു കാഴ്ചയാണ്.